ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളെ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു വികസനം, രണ്ട് ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന്റെ പണിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പാലത്തിനെ കുറിച്ച് കാര്യമായിട്ട് ആർക്കും അറിയൊന്നുമില്ല. ഈ പാലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം, എറണാകുളം ജില്ലകളെ ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന വേമ്പനാട് കായലിന് കുറുകെ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലമാണിത്. ഈ പാലം ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് പണിതുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നമ്മളെ തീരദേശപാതയെ ബന്ധപ്പെട്ടിട്ട് അഴീക്കോട് മുനമ്പം പാലത്ത് സെഗ്മെന്റൽ ബോക്സ് ഗാർഡർ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പാലമില്ലേ, അത് ഇവരാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 800 മീറ്ററിൻ്റെ അടുത്താണ് ഈ പാലത്തിൻ്റെ നീളം വരുന്നത്. 11 മീറ്റർ വീതിയാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. 22 സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിൻ്റെ പീർ ക്യാപ്പിൻ്റെ മുകളിൽ ഗേർഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന്റെ ഒരു ഭാഗം കരയുമായി മുട്ടിയിട്ടുണ്ട്, മറുഭാഗത്ത് ഇനി മുട്ടാനിരിക്കുകയാണ്. അവിടെയാണ് ഇനി ഗേർഡർ ലോഞ്ച് ചെയ്യാനുള്ളത്. ഇൻലാൻഡ് നാവിഗേഷൻ പ്രകാരം ഈ പാലത്തിന്റെ സെൻട്രൽ ഭാഗത്തുള്ള സ്പാന് 47 മീറ്റർ ഉയരമുണ്ട്. കാരണം ബോട്ട് സർവീസൊക്കെ ഇതിന്റെ അടിഭാഗത്തൂടെ കടന്നു പോകാനുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിനെയും കോട്ടയം ജില്ലയിലെ ഉദയനാപുരം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടകർക്ക് പമ്പയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗം ഇതാണ് തുറവൂരിൽ നിന്നും. ഇപ്പൊ നമ്മൾ തുറവൂർ ഭാഗത്തു നിന്നാണ് നേരെ നമ്മൾ കോട്ടയം ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ മാക്കേക്കടവ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട് അരൂരിൽ നിന്നും പെരുമ്പളം ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. അവിടെയും ഇതേപോലെ ഒരു കിഡിലൻ പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദ്വീപ് നിവാസികളുടെ സ്വപ്നമാണ് അവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതും അതേമാതിരി തന്നെയാണ്. കാരണം മാക്കേക്കടവിൽ നിന്നും നേരെ നമ്മളെ കോട്ടയം ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്തോടെ നേരെ കൊണ്ട് കടന്നു പോന്നാൽ മതി. അപ്പൊ എത്രത്തോളം സമയലാഭം ഉണ്ടാവും. അതാണ് ഇതുപോലെയുള്ള പാലങ്ങൾ വരുമ്പോൾ രണ്ട് ജില്ലകൾ തമ്മിലുള്ള ദൂരം കുറയുകയാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പല സ്ഥലത്തും ഇപ്പൊ പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബോസ്ട്രിങ് ആർച്ച് രീതിയിലാണ്. പക്ഷെ ഇത് ബോസ്ട്രിങ് ആർച്ച് രീതിയിലല്ല, സാധാ രീതിയിൽ തന്നെയുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പാലത്തിന്റെ കണക്ടിവിറ്റി വരുന്നത് പമ്പ ഭാഗത്തേക്ക്. നോക്കി നിങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മളെ മാക്കേക്കടവ് പാലട്ടോ. പിന്നെ പോലെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ യാത്രാ സൗകര്യം സുഗമാവുള്ളൂ. അതിനു മുൻപ് ഇപ്പൊ പണികൾ നടക്കുന്ന സമയത്ത് ജനങ്ങൾ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നത് ഇതുപോലെയുള്ള ചങ്ങാടങ്ങളിലാട്ടോ. അപ്പൊ ഞാനും ഈ മാക്കേക്കടവിൽ നിന്നും നേരെ കടവിലേക്ക് പോയത് ഈ ചെങ്ങാടം വഴിയാണ്. നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ബൈക്ക് ഇതുപോലുള്ള ചെങ്ങാടത്തിന്റെ മുകളിലെ ഭാഗത്ത് കയറ്റിയിട്ട് കൊണ്ടുവന്ന്. ജങ്കാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ ബോട്ട് സർവീസ് ഉള്ള സംവിധാനം പകൽ സമയങ്ങളിൽ മാത്രമേ നടക്കുള്ളൂ. രാത്രി കാലങ്ങളിലൊക്കെ ഒരാൾക്ക് പെട്ടെന്ന് മറുഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറവൂർ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞു വേണം പോകാൻ. അപ്പൊ ഈ പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞാലോ ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തോടെ നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഇതുപോലത്തെ പാലങ്ങൾ വരുമ്പോൾ പല സ്ഥലത്തും പല മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ആ പ്രദേശം വരെ വികസനത്തിന്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോകും. 98.09 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഒരു വിഷയം എന്താ പറയുമോ, പാലം നല്ല അടിപൊളി പാലമാവുന്നുണ്ട്. പക്ഷെ ഇതിനോട് ചേർന്നിട്ടുള്ള റോഡുകൾ ഇട റോഡുകളാണ്. അതൊക്കെ പാലത്തിന്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് ആ ഭാഗത്തൊക്കെ മിക്കവാറും വൈഡനിങ് വരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും കൈവരികളുടെ നിർമ്മാണം നടക്കുന്നത്. 2400 കൈവരികളാണ് ടോട്ടലായിട്ട് ഈ പാലത്തിന് വരുന്നത് കേട്ടോ. അപ്പൊ മാങ്കേക്കടവ് ഭാഗത്തു നിന്നാണ് ഇപ്പൊ കൈവരികളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ, കേരളത്തിൽ എത്ര പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്, എത്ര പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ പല റോഡുകളും BMBC നിലവാരത്തിലാണ് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറയണമെങ്കിൽ നമ്മളെ നാട്ടിലെ റോഡിൽ കൂടെയുള്ള യാത്രാ സൗകര്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി പാലത്തിന്റെ നിർമ്മാണം നടക്കാനുള്ള സ്ഥലം ഇവിടെ കേട്ടോ. ഇവിടെ ഗാൻഡ്രി ക്രെയിൻ മുഖാന്തരം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേർഡറിന്റെ മുകളിൽ ഡെക്ക് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റീൽ ബൈൻഡിങ് ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റിംഗ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കരയോട് അടുക്കുന്ന ഭാഗത്താണ് ഇനി പണികൾ നടക്കാനുള്ളത്. അവിടെ ഗാൻഡ്രി ക്രെയിൻ വെച്ചിട്ട് ഗേർഡർ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ലാസ്റ്റ് സ്പാനുകളുടെ ഇടയുണ്ട്, ആ ഇടയിലാണ് ഇനി വർക്ക് നടക്കുന്നത്.
ഇനി നോക്കിക്കൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇതിൽ കൂടെ വാഹനം സഞ്ചരിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ഇതുപോലുള്ള പാലങ്ങളും നല്ല റോഡുകളും വരുമ്പോഴാണ് ആ നാടിൽ വികസനം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ നേരെ അങ്ങനെ മറുകര എത്തിയിട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് പിന്നീട് ഉദയനാപുരം, പിന്നീട് വൈക്കം, പിന്നെ കോട്ടയം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കോട്ടയം എറണാകുളം ജില്ലകളെ ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന വെമ്പനാട് കായലിന് കുറുകെ വന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.